100 ഒഴിച്ചു കൊടുക്കുമോ? 100 രൂപ കൊടുക്കും. രൂപ ഞാൻ 100 ഒരു പ്രായമുള്ള ആളില്ല, എല്ലാവർക്കും ഞാൻ 100 രൂപ കൊടുക്കും. അത് ശരിയാ. ഞാനിവിടെ പട്ടിണി എന്ന് പറഞ്ഞ പോലെയാ. പക്ഷെ എന്നാലും അവരെ അടുത്ത പ്രാവശ്യം കാണൂല്ലോ എന്നുള്ളൊരു മനസ്സിൽ ഇതുണ്ടാവും. കാരണം അത്ര പ്രായമുണ്ടോ 100 രൂപ. ഈ 100 രൂപ കൊടുക്കുന്ന എന്തിനാ? അവരുകൊണ്ട് ബിരിയാണി മേടിച്ച് കഴിക്കാൻ. ഒരു സന്തോഷത്തിന്. നിങ്ങൾ വലിയ മോലാളി ഇവിടെ നിന്ന് ജനിക്കിട്ടുള്ള ആളല്ലേ? നിങ്ങൾ വലിയ മോലാളിയാ. അറിയോ 100 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് എവിടെ എത്തുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷം രൂപ കടത്തിലാവുന്നത്. അതുകൊണ്ടാ നിങ്ങൾക്ക് ദൈവം വാരി വാരി തരാത്തെന്ന് തോന്നുന്നല്ലേ? കടത്തിലാവുന്നത്. അത് ശരി. 1 ലക്ഷം രൂപ കടത്തിലാവുന്നത്. ഞാൻ വീട്ടിൽ ഒരു വകയുണ്ട്. 40 രൂപ അവര് ഞാൻ കൊടുക്കുന്നു. 100 രൂപ കൊടുക്കും. അതുകൊണ്ടായിരിക്കും ദൈവം ചിലപ്പോൾ ഒന്നും തരാത്തത്. അധികം ഈ ദാനം കൊടുക്കുന്നവർക്ക് അധികം കൊടുക്കത്തില്ല. ഈ ദുഷ്ടന്മാർക്ക് അധികം കൊടുക്കത്തുള്ളൂ. ഒരുത്തിന് അസുഖം അന്തിപ്പാരൊക്കെ എന്നെ വിളിച്ചല്ലേ ഞാൻ പോകും. അതാണ് അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എവിടെ കൊണ്ടുപോകണം അവിടെ അഡ്മിറ്റ് ചെയ്യും. ഹോസ്പിറ്റലാ എവിടെ കൊണ്ടുപോകണം പാതിരാത്രി വരുന്നവനെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ വീട്ടിൽ അവൻ എവിടെ വന്നാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവന് അസുഖം വന്ന് ഇങ്ങനെ സുഖമല്ല ഒരുത്തനെടുക്കും. ഞാൻ ഓടിപ്പോകും. അതാണ് രവിയേട്ടൻ പൈങ്കിളിയുടെ മനസ്സാ, നമ്മളെ കൊണ്ട് അതേ കിളിയുടെ മനസ്സാ. അതാണ് രവിയേട്ടൻ.